നമസ്കാരം. അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, വെമ്പായം. എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേരുന്നു. 1202 ചിങ്ങമാസം 1-ാം തീയതി മുതൽ അടുത്ത കർക്കിടകം വരെയുള്ള ഒരു വർഷ ഫലത്തെയാണ് പറയാൻ പോകുന്നത്. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വർഷം പൊതുവെ സന്തോഷവും സമാധാനവും ഐശ്വര്യമൊക്കെ കിട്ടുന്ന, നിങ്ങളുടെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും സാധിച്ച് നേടാൻ പറ്റുന്ന ഒരു ഘട്ടമാണ്. വ്യാഴൻ 4-ലും 5-ലും സഞ്ചരിക്കുന്ന സമയവും ശനി 12 നിൽക്കുന്നു. 7-2 ശനിയാണ്, അത് ആരംഭമാണ്. പക്ഷേ എങ്കിലും ശനിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും വ്യാഴത്തിനാണ് വളരെയധികം പ്രാധാന്യം ഉള്ളത്. 4-ൽ വ്യാഴം നിൽക്കുമ്പോൾ ഈശ്വരാനുഗ്രഹം വർദ്ധിച്ച് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഈശ്വരൻ്റെ അനുഗ്രഹം ഉള്ളവർക്ക് കറണ്ട് ഉണ്ടെങ്കിൽ ഏത് മോട്ടോർ വേണോ പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നത് പോലെയാണ് ഈശ്വരൻ്റെ അനുഗ്രഹം ഉള്ളവർക്ക് എല്ലാ കാര്യങ്ങൾക്കും വിജയിച്ച് നേടാൻ പറ്റും. 4 എന്ന് പറയുന്നത് ക്ഷേത്രം, സുഖം, വാഹന, വാസനഞ്ച. ക്ഷേത്രം എന്ന് വെച്ചാൽ അമ്പലം വയ്ക്കാനും അതേപോലെ വീട് വയ്ക്കാനും ഒക്കെ ഉള്ള യോഗം. ക്ഷേത്രം, സുഖം, എല്ലാ അസുഖങ്ങളും മാറി സുഖം കിട്ടാനും, അഭിവൃദ്ധികളും വാഹനം വാങ്ങിക്കാനും അതേപോലെ കാര്യങ്ങൾ വിജയിച്ച് നേടാനും ഒക്കെ പറ്റും. 5 എന്ന് പറയുന്നത് സന്താനസ്ഥാനമാണ്. അപ്പോൾ സന്താനസ്ഥാനത്ത് വ്യാഴം നിൽക്കുമ്പോൾ പുത്രസ്യ ലാഭോ അഥവാ ആരോഗ്യന്തി പ്രതിബോധയസ്യ മനസന്തുഷ്ടിസ്യ പുണ്യോദയം എന്നാണ്. പുത്രസ്യ ലാഭം എന്ന് വെച്ചാൽ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാനും ഉള്ള മക്കൾക്ക് നല്ലത് വരാനും അവരുടെ വിദ്യാഭ്യാസം, ഉദ്യോഗം, ഐശ്വര്യാഭിവൃദ്ധികൾ, വിദേശയാത്രകൾ, എല്ലാ കാര്യങ്ങൾക്കും നല്ല വിജയം കിട്ടാനും, മനസന്തുഷ്ടി, മനസ്സിന് സന്തോഷം കിട്ടാനും, ലോകത്ത് വച്ച് ഏറ്റവും വലിയ സുഖമാണ് മനസ്സുഖം, അത് കിട്ടാനും, പുണ്യങ്ങൾ കിട്ടാനും യോഗമുണ്ട്. അപ്പോൾ പാവങ്ങൾ തീർന്നാലേ പുണ്യം നമുക്ക് കിട്ടും. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ക്ഷേത്രങ്ങളിൽ, അമ്പലങ്ങളിൽ തീർത്ഥാടനങ്ങൾ നടത്താനും അതേപോലെ ഹജ്ജിന് പോകാനും വിശേഷമായിട്ടുള്ള ദേവാലയങ്ങൾ സന്ദർശിക്കാനും ആത്മീകപരമായിട്ടും ദൈവീകപരമായിട്ടും ഗുരുക്കന്മാരിൽ നിന്നൊക്കെ ആശീർവാദങ്ങൾ ലഭിക്കാനും അതേപോലെ സർക്കാർ, കോടതി അധികാരികളിൽ നിന്നും പ്രീതി കിട്ടാനും ഏത് പരീക്ഷയ്ക്ക് മത്സരത്തിന് പോകുന്നവർക്കും ഉന്നത വിജയം കിട്ടാനും ഒക്കെ യോഗമുള്ള സമയമാണ് വ്യാഴഗ്രഹം 5-ൽ നിൽക്കുന്ന സമയം. അപ്പോൾ ഈ വ്യാഴൻ എന്ന് പറയുന്ന ഗ്രഹം ബുദ്ധിയും പുത്രനും സ്നേഹദേഹമർത്ഥം ഗുരുത്വവും സുഖവും മന്ത്രത്വം നയവും വസയും ഗുരു എന്നാണ്. അപ്പം ബുദ്ധിയുടെ ആളാണ്. നമുക്ക് വളരെ കഴിവുള്ള ആൾക്കാരാണെങ്കിലും ചില സമയങ്ങളിൽ നമ്മൾ ആലോചിക്കാതെ പലതും പ്രവർത്തിച്ച് പല കുരുക്കുകളും വരും. അപ്പോൾ ബുദ്ധി കിട്ടും. പുത്രരെന്ന് വെച്ചാൽ സന്താനങ്ങൾക്ക് ഐശ്വര്യം കിട്ടും. സന്താനങ്ങളെ കൊണ്ടുള്ള പ്രീതിയും അവർക്ക് ഉയർച്ചയും വളർച്ചയൊക്കെ കിട്ടും. അവരുടെ വളർച്ചയും ഉയർച്ചയും, അവർക്ക് അഡ്മിഷൻ കിട്ടാൻ, ജോലി കിട്ടാൻ, വിവാഹം കിട്ടാനൊക്കെ ഉള്ള യോഗങ്ങൾ, മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാനുള്ള യോഗങ്ങൾ, ഇതൊക്കെ വ്യാഴൻ അനുഗ്രഹമായിട്ട് നിൽക്കുന്ന ഘട്ടത്തിലാണ് ഉണ്ടാകുന്നത്. സ്നേഹദേഹമർത്ഥം ഗുരുത്വം, എല്ലാവരുടെയും സ്നേഹ ബഹുമാനങ്ങൾ കിട്ടും. വളരെ ശത്രുവിനെ പോലെ നിന്നിട്ടുള്ളവർക്ക് പോലും നമ്മളോട് സ്നേഹവും ഇഷ്ടമൊക്കെ തോന്നും. അപ്പം നമ്മൾ കലഹം കാണിക്കാതിരുന്നാൽ മതി. അങ്ങനെ ഗുരുത്വം കിട്ടും. ഗുരുത്വം എന്ന് പറയുമ്പം നമുക്ക് എല്ലാ തരത്തിലും എല്ലാവരുടെ സ്നേഹ ബഹുമാനങ്ങളൊക്കെ നമുക്ക് കിട്ടും. സുഖവും മന്ത്രത്വം, സുഖങ്ങൾ കിട്ടും. മന്ത്രത്വം, മന്ത്രജപങ്ങളൊക്കെ നടത്താനുള്ള ഒരു താല്പര്യം തോന്നും. ഒന്ന് ജപിച്ച് നോക്കാം, അമ്പലത്തിൽ പോയി നോക്കാം, ഒന്ന് പ്രാർത്ഥിച്ച് നോക്കാമെന്നൊക്കെ തോന്നും. അതിലൊക്കെ നമുക്ക് പുണ്യങ്ങൾ കിട്ടുകയും, മന്ത്രത്വം എന്ന് വെച്ചാൽ വളരെ ഉന്നത വ്യക്തികളുടെയൊക്കെ അനുമോദനങ്ങൾ, അംഗീകാരങ്ങൾ, ആദരവുകളൊക്കെ കിട്ടും. നമ്മൾ ഒരു മത്സരത്തിന് പരീക്ഷയ്ക്കൊക്കെ പോയാൽ വലിയ സ്ഥാനമാന അധികാരങ്ങൾ, അംഗീകാരങ്ങൾ ഒക്കെ ഉണ്ടാവും. ഗുരുശുക്ര കേന്ദ്രകൈവാസുഗിതാകസ്തത്ര ആതുരവാജ്യ എന്നാണ്. ഗുരുവും ശുക്രനും കേന്ദ്രരാശിയായ 1, 4, 7, 10 രാശികളിൽ സഞ്ചരിക്കുന്ന സമയം ഒരു വ്യക്തി സുഖിയായിട്ട് ഭവിക്കും എന്നാണ്. സുഖിക്കണം എന്ന് വെച്ചാൽ മനസ്സിനും ശരീരത്തിനും എല്ലാവിധ സുഖങ്ങളും സന്തോഷങ്ങളും
അനുഭവപ്പെടുന്ന ഒരു വ്യക്തിയാണ് സുഖിക്കണമെന്ന് പറയുന്നത്. എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് വിഷമിക്കുന്ന ഒരാൾ സുഖിക്കണമെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. പിന്നെ ഈ ഏഴരാണ്ട ശനിയുടെ തുടക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം 7.5 വർഷം ഉണ്ട് ഏഴരാണ്ട ശനി. അത് 2025 മാർച്ച് മാസം മുതലാണ് ഏഴരാണ്ട ശനി ഈ അശ്വതി നക്ഷത്രക്കാർക്ക് തുടങ്ങിയത്. അപ്പോൾ വേഴത്തിൻ്റെ സഞ്ചാര കാലം കൊണ്ട് വളരെ നന്മകൾ നമുക്ക് ഉണ്ടെങ്കിലും ഏഴരാണ്ടനൊരു തടസ്സക്കാരനാണ്. അപ്പോൾ ഏഴരാണ്ട ശനി എന്ന് പറയുന്നത് നാനാരോഗമെന്നാണ്, പല അസുഖങ്ങൾ നമുക്കുണ്ടാക്കി തരുമെന്നാണ്. എന്നാൽ വേഴം 4 നിൽക്കുമ്പോൾ രോഗം മാറി സുഖം കിട്ടുമെന്നാണ്. ഇത് രണ്ടും കൂടെ എങ്ങനെ നമുക്ക് ശരിയാവുമെന്ന് വെച്ചാൽ, നമ്മളൊരു രോഗിയാണ്, അസുഖമാണോ അസ്വസ്ഥതയാണ്, മരിച്ചു എന്നൊക്കെ നമുക്ക് തോന്നിയാലും വേഴത്തിൻ്റെ അനുകൂലമായ സഞ്ചാരകാലം ആയതുകൊണ്ട് ചെറിയ മരുന്നിൽ തന്നെ ചിലപ്പോൾ വലിയ ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ തന്നെ നിങ്ങളുടെ അസുഖങ്ങൾ മാറും. എങ്കിലും ഞാൻ ഒരു രോഗിയായി പോയല്ലോ എന്ന് ചിന്തിച്ച് വിഷമിക്കേണ്ടതായിട്ട് നമുക്ക് തോന്നും. അങ്ങനെ ചെറിയ കാര്യത്തിന് പോലും നമുക്ക് ടെൻഷൻ ഉണ്ടാകും. സുഖത്തിനും സാമ്പത്തികം, ദാമ്പത്യം, പുരോഗതിക്ക് തടസ്സങ്ങളുണ്ട്. സാമ്പത്തികം എന്ന് പറയുന്നത് എത്ര രൂപ നമ്മളെ കയ്യിൽ ഇരുന്നാലും ആ പൈസ വരും, അതങ്ങ് ചിലവായി പോയിക്കൊണ്ടിരിക്കും സാമ്പത്തികം. ദാമ്പത്യം എന്ന് പറയുന്നത് വീട്ടിൽ ഭാര്യ പറയണത് ഭർത്താവ് കേൾക്കില്ല, ഭർത്താവ് പറയണ ഭാര്യ കേൾക്കില്ല. ചെറിയ കാര്യം പറഞ്ഞാലും വീട്ടിലുള്ളവരുടെ പ്രീതി കുറഞ്ഞിരിക്കുകയും ബന്ധുക്കൾ പോലും നമുക്ക് ശത്രുവാണെന്ന് ചിന്തിക്കുകയും വീട്ടിൽ വഴക്കുണ്ടാക്കിയില്ലെങ്കിലും കാര്യം പറഞ്ഞാൽ കളരിക്ക് പുറത്താകുകയും ചെയ്യുന്ന ഒരു ഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് വീട്ടിലെ വഴക്കുകൾ വരാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചിലവർക്ക് കുടുംബവും ബന്ധവും തന്നെ വേണ്ട, ഭർത്താവ് വേണ്ട, ഭാര്യ വേണ്ട, ബന്ധം വേണ്ട എന്നൊക്കെ തോന്നുന്ന സാഹചര്യവുമാണ്. പക്ഷെ എന്നാൽ നിങ്ങളൊന്ന് ചെറിയ കാര്യങ്ങൾക്കൊന്ന് ക്ഷമിച്ചാൽ വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ തീർച്ചയായിട്ടും പറ്റും. കാരണം നമുക്ക് അനുകൂലമായ ഗ്രഹസ്ഥിതി ഉള്ളതുകൊണ്ട്. അങ്ങനെ സാമ്പത്തികവും സ്ത്രീകളെ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടുമാണ് ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാകുന്നത്. കാരണം രാമലക്ഷ്മണന്മാർ വനത്തിൽ കയറിയത് അച്ഛൻ സ്വത്തും വകയും അധികാരവും ഒക്കെ കൊടുത്ത് രാജാവാക്കി, ചെങ്കോലും കിരീടവും രാജ്യവും ഭരണമൊക്കെ കിട്ടി. പക്ഷേ ആ സഹോദരങ്ങൾ സഹായിച്ചു. പക്ഷേ അമ്മയും ആ വേലക്കാരിയാണ് ഈ രാജ്യവും ഭരണമൊക്കെ പിടിച്ചു വാങ്ങിച്ച് വനത്തിൽ പറഞ്ഞു വിട്ടത്. അപ്പോൾ അതേപോലെ നമുക്ക് സ്വന്തം അമ്മമാർ പോലും, അമ്മയെപ്പോലെ സ്നേഹിക്കുന്നവർ പോലും ശത്രുവിനെ പോലെ സംസാരിച്ചു പോകും, ക്ഷയിച്ചു പോകുമെന്ന് വെച്ചാൽ എന്താണെന്ന് പറയുമ്പോൾ, നമുക്കൊരു ഭാഗത്തു നിന്ന് നമ്മൾ ഉയർന്നു വരികയും ചെയ്യും, മറ്റൊരു ഭാഗത്ത് തകർന്നു പോവുകയും ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നും. അതെങ്ങനെയെന്ന് വെച്ചാൽ, നിങ്ങളൊരു ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കണം, നിങ്ങൾക്ക് ബിസിനസ്സിന് വേണ്ടി പുതിയ സംരംഭം വിജയിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പൈസ കയ്യിരുന്നത് ചിലവാക്കും, ലോണ് കൊടുക്കും. അപ്പോൾ കാര്യങ്ങളൊക്കെ നേടി നല്ല വിജയത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും കടത്തിൻ്റെ ആ ഉയർച്ച, കടം കൂടി നിൽക്കുന്നു എന്നുള്ളൊരു ചിന്ത നമുക്ക് കൂടി വരും. അപ്പോൾ എടുക്കാൻ പറ്റാത്ത ഭാരങ്ങളൊക്കെ എടുത്ത് മണ്ടേ വെച്ച്, എടുക്കാൻ പറ്റാത്ത ലോണുകളൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റാതെ വന്നാൽ നമുക്ക് ആകെ ടെൻഷൻ വരും. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന ഭാരം മാത്രം നമ്മൾ എടുത്താൽ മതി. കിട്ടും പോലെ എത്ര കിട്ടിയാലും അത് വാങ്ങിച്ച് നമ്മൾ ഉയർന്നു വരാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ കൂടുതൽ ഭാരം ചുമക്കുമ്പോൾ കൂടുതൽ ക്ഷീണം നമുക്ക് അനുഭവപ്പെടുന്നത് പോലെയാണ്. ചെറിയ ഭാരമാണെങ്കിൽ നമ്മളത് എടുത്ത് കൈ വെച്ചുകൊണ്ട് നടക്കുന്ന കാര്യം നമുക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് ആലോചിക്കുക പോലും ചെയ്യൂല. അപ്പോൾ ശനിയുടെ കുഴപ്പം രോഗവും തടസ്സവും ശത്രുക്കളൊക്കെ ഉള്ളതുകൊണ്ട് ഗണപതി പൂജ, ഭഗവതി പൂജ, മൃത്യുഞ്ജോമം, ഐശ്വര്യ പൂജ, ശത്രുതന്മാരെ പൂജ, ദാമ്പത്യ പ്രശ്നങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടി മാംഗല്യ പൂജ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഈശ്വരൻ്റെ അനുഗ്രഹം നമുക്ക് വളരെ ശക്തമായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾക്ക് സമാധാനം കിട്ടി, സന്തോഷം കിട്ടി, അഭിവൃദ്ധി കിട്ടി രക്ഷപ്പെടാൻ നമുക്ക് തീർച്ചയായിട്ടും പറ്റും. ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം. ജാതകത്തിൽ നല്ല ദശാകാലങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന സർവ്വകാര്യങ്ങളും ഈ ഘട്ടത്തിൽ വിജയിച്ച് നേടാൻ പറ്റും. ജാതകത്തിൽ ദശാസന്ധികൾ, ദശാകാല ദോഷങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളിൽ കൂടിയിരിക്കും. അപ്പോൾ ജാതകം പരിശോധിക്കുന്നതിന് ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, ആ നക്ഷത്രം, ആ പേര്, ഫീസ് ഇതൊക്കെ തരേണ്ടതായിട്ടുമുണ്ട്. കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം, പൂജ, വഴിപാട് ഇതൊക്കെ നടത്തുന്നത് ഇങ്ങനെയുള്ള ശനിയുടെ ദോഷം മാറാനും തടസ്സങ്ങൾ മാറാനും ഒക്കെ വളരെ
അനുകൂലമായ വിജയ സാധ്യതകൾ കിട്ടും. അതുകൊണ്ട് കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. എല്ലാ അമാവാസി തോറും കർത്തവാവ് തോറും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും. രാവിലെ ഗണപതി പൂജയും 4 മണിക്ക് യമരാജ ഹോമവും 10 മണിക്ക് മൃത്യുഞ്ജയ ഹോമവും 4 മണിക്ക് തന്നെ സർപ്പപൂജകളും 6 മണി തൊട്ട് 7:30 മണി വരെ വിശിഷ്ടമായ ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകാദികളൊക്കെ ഉണ്ട്. ഈ അമ്പലത്തിൽ പൂജ നടത്തുന്നതിനും വഴിപാട് നടത്തുന്നതിനും താല്പര്യമുള്ള ഭക്തജനങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയയ്ക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.